തിരുവനന്തപുരം വർക്കല പാപനാശം കടൽ തീരത്ത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പുനഃസ്ഥാപിക്കുന്നതിൽ ജനങ്ങൾക്ക് ആശങ്ക. പഴയ അപകട സ്ഥലത്ത് തന്നെ വീണ്ടും പരീക്ഷണത്തിന് മുതിരുന്നതാണ് നാട്ടുകാർക്ക് സംശയം. കൃത്യമായ പഠനം നടത്തണമെന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നുമാണ് പ്രധാന ആവശ്യം. 2024 ജനുവരി 1 സംസ്ഥാന സർക്കാരിന്റെ ന്യൂ ഇയർ സമ്മാനം എന്ന നിലയിൽ ഏറെ കൊട്ടിഘോഷിച്ചാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം നടത്തിയത്. തൃച്ചി ആസ്ഥാനമായ ജോയ് വാട്ടർ സ്പോർട്സ് എന്ന കമ്പനിയായിരുന്നു നടത്തിപ്പ്. എന്നാൽ 3 മാസം പിന്നിട്ടപ്പോൾ തിരയിൽപ്പെട്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നു. 20ഓളം പേർ തിരയിൽപ്പെട്ടെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപകടത്തിൽ വർക്കല പോലീസ് കേസെടുത്ത് FIR രജിസ്റ്റർ ചെയ്തിരുന്നു. അപകടം നടന്ന അതേ സ്ഥലത്താണ് ഇപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വീണ്ടും സ്ഥാപിച്ചത്. NADയുടെ സ്റ്റെബിലിറ്റി ടെസ്റ്റ് പരിശോധനയ്ക്കും പഠനത്തിനുമായി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പുനഃസ്ഥാപിച്ചുവെന്നാണ് സ്വകാര്യ കമ്പനിയുടെ വാദം. എന്നാൽ അപകട സാധ്യത ഒഴിവാക്കിയതിനു ശേഷം മാത്രമേ ബ്രിഡ്ജ് പുനഃസ്ഥാപിക്കാനാവൂ എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഏകദേശം ആദ്യത്തെ ഇൻസ്റ്റാളേഷൻ തന്നെ ചെറിയ പാഴ്ചകൾ ഉണ്ടായിരുന്നു. അത് തിരയുടെ വ്യത്യാസങ്ങൾ വ്യതിയാനങ്ങൾ കൊണ്ട് അതിന് ചെറിയ പൊട്ടൽ സംഭവിച്ചു. ഏകദേശം 15ഓളം ആൾക്കാർക്ക് അന്ന് അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നാൾ ഇത് നിർത്തിവെക്കുകയും ഇതിൻ്റെ ഓപ്പറേറ്റേഴ്സിനെതിരെ പോലീസ് കേസെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മുമ്പുണ്ടായ അപകടത്തിൽ അന്വേഷണം പൂർത്തിയാക്കുന്നതിന് മുൻപ് പാപനാശം ബലിമണ്ഡപത്തിന് സമീപമായി വീണ്ടും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചെങ്കിലും ബ്രിഡ്ജ് തകർന്നതോടെ ശ്രമം ഉപേക്ഷിച്ചു. ഇതിന് പിന്നാലെയാണ് സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നാട്ടുകാർ എതിർപ്പുയർത്തുന്നത്. സുരക്ഷ എന്ന് പറയുന്നത് ഫസ്റ്റ് സുരക്ഷയാണ്. അപ്പോൾ ആ സുരക്ഷ ഉത്തരവാദിത്ത ടൂറിസം അത് വേണം. അപ്പോൾ അതില്ലാതെ നമുക്ക് ഇങ്ങനെയുള്ള അഡ്വഞ്ചറായിട്ടുള്ള കാര്യം കൊണ്ടുവരുമ്പം അതിനുള്ള കുറേ മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പം ഈ പറയുന്ന നമ്മുടെ കടലിൻ്റെ ഒരവസ്ഥയുണ്ട്. വർക്കല നിവാസികൾക്കറിയാം വർക്കലയുടെ കടലിൻ്റെ ഒരു അവസ്ഥ. അത് ദിനം പ്രതി ഈ കടലിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫയർ ആൻഡ് സേഫ്റ്റി, കോസ്റ്റ് ഗാർഡ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് പേപ്പർ ഇതിൻ്റെയൊക്കെ സാങ്ഷൻ വാങ്ങിച്ച് വേണം ഇത് തുടങ്ങാൻ. പാപനാശം കടൽ തീരത്ത് ശക്തമായ തിരമാലകളും അടിയൊഴുക്കും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം. ബ്രിഡ്ജിൽ അപകടമുണ്ടായാൽ പരിക്കേറ്റവരെ ആംബുലൻസിൽ എത്തിക്കണമെങ്കിൽ തീരത്ത് നിന്ന് 300 മീറ്ററിലേറെ ദൂരം കാൽനടയായി കൊണ്ടുപോകണം. മറ്റ് ദുരന്ത പ്രതികരണ സംവിധാനങ്ങളുടെ അപര്യാപ്തതയും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ജനം, തിരുവനന്തപുരം.